കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി വി.ഡി. സതീശനെയല്ലാതെ രമേശ് ചെന്നിത്തലയെയോ കെ.സി. വേണുഗോപാലിനെയോ അവരോധിക്കാനുള്ള വല്ല നീക്കവും അണിയറയിൽ നടക്കുന്നുണ്ടെങ്കിൽ ഹൈക്കമാൻഡിനോട് എനിക്ക് പറയാനുള്ളത്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കേരളത്തിലെ നേതാക്കളോട് എനിക്ക് പറയാനുള്ളത്, തികച്ചും ആത്മഹത്യാപരമായ ഒരു തീരുമാനമായിരിക്കും അത്. യാതൊരു തർക്കവും വേണ്ട, അത് ആത്മഹത്യാപരമായ ഒരു തീരുമാനം മാത്രമായിരിക്കും. ജനങ്ങളുടെ അഭിപ്രായത്തിന് യാതൊരു വിലയും കൽപ്പിക്കാതെ വ്യക്തമായ ഭൂരിപക്ഷം കിട്ടിയപ്പോൾ പാലം കടക്കുവോളം നാരായണ, പാലം കടന്നപ്പോൾ കൂരായണ എന്ന സമീപനമാണ് ജനങ്ങളോട് സ്വീകരിക്കുന്നത് എങ്കിൽ അതിൻ്റെ പ്രത്യാഘാതം വളരെ വളരെ വലുതായിരിക്കും. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് എങ്ങനെയാണോ തകർന്നടിഞ്ഞത് അതേപോലെ തന്നെ കേരളത്തിലും കോൺഗ്രസിൻ്റെ അധപ്പതനത്തിന് ഈ ഒരു തീരുമാനം കാരണമാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കെ.സി. വേണുഗോപാൽ കോൺഗ്രസിന് വേണ്ടി അഹോരാത്രം പണിയെടുത്ത വ്യക്തി തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ ഞാൻ വില കുറച്ച് കാണുന്നില്ല. പക്ഷേ കേരളത്തിലെ ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ അവരുടെ മനസ്സിൽ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു. അതൊരിക്കലും കെ.സി. വേണുഗോപാലോ രമേശ് ചെന്നിത്തലയോ ഒന്നുമല്ല, അത് വി.ഡി. സതീശൻ മാത്രമാണ്. പിണറായി സർക്കാരിന് താഴെ ഇറക്കി കേരളത്തിൽ UDF ഭരണം തിരിച്ചു പിടിക്കുന്നതിൽ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ച നേതാവ് അത് വി.ഡി. സതീശനാണ്. മറ്റുള്ളവർ ഒരുപക്ഷെ അണിയറയിൽ പ്രവർത്തിച്ചിട്ടുണ്ടാവാം. വ്യക്തമായ ഒരു പ്ലാനിങ്ങോടുകൂടി സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു കൊടുത്തിട്ടുണ്ടാവാം. പക്ഷേ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ച നേതാവ് എന്ന സ്ഥിതിക്ക് വി.ഡി. സതീശനെ തന്നെ മുഖ്യമന്ത്രിയാക്കുകയല്ലാതെ ഇപ്പോൾ ഒരു നിർവാഹവുമില്ല. ഇനിയൊരു ഉപതെരഞ്ഞെടുപ്പ് നടത്തി ആ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട് നാണം കെടുന്നതിനേക്കാൾ എത്രയോ നല്ലത് ഇപ്പോൾ വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കിക്കൊണ്ട് ഈ ഒരു അനിശ്ചിതത്വം അവസാനിപ്പിക്കുന്നതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് എന്തുകൊണ്ടും നല്ലത്, UDFന് എന്തുകൊണ്ടും നല്ലത്. ഇനിയും ഒരു ഉപതെരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ കോൺഗ്രസിന് ഇത്രയും വലിയ വിജയം നൽകിയ അതേ ജനങ്ങൾക്ക് തന്നെ അതേ നാണയത്തിൽ തിരിച്ചടിക്കാനും അറിയാം. ഇത്രയും വലിയ വിജയം നൽകിയ അവർക്ക് തന്നെ വോട്ടുകൾ മാറ്റിക്കുത്താനും സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താനും എല്ലാത്തിനും അവകാശമുള്ള ഒരു സംവിധാനമാണ് ജനാധിപത്യ സംവിധാനം. അല്ലാതെ ചരിത്രപരമായ എന്തോ ബാധ്യത പോലെ എല്ലാ കാലത്തും ഇന്നാലിന്ന ഒരു മുന്നണിയെ തന്നെ വിജയിപ്പിച്ചോളാം, ആ ഒരു മുന്നണിയുടെ തന്നെ ഭാഗമായിക്കൊള്ളാം എന്നൊന്നും ആർക്കും ഉറപ്പ് നൽകിയിട്ടില്ല. അതുകൊണ്ട് ജനങ്ങളുടെ അഭിപ്രായത്തിനും അതേപോലെ ഘടകകക്ഷികളുടെ അഭിപ്രായത്തിനുമൊക്കെ ഒരല്പം വില കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോവാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ശ്രമിച്ചിട്ടില്ലെങ്കിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ തകർന്നടിഞ്ഞതുപോലെ കോൺഗ്രസ് തകർന്നടിയുന്ന ഒരു കാഴ്ച ദയനീയമായിട്ട്, വളരെ വളരെ ദയനീയമായിട്ട് കേരള ജനത കാണേണ്ടി വരും. അങ്ങനെ ഒരു അവസരമുണ്ടാവാതെ അത് ഇല്ലാതെ ആക്കേണ്ട ഒരു ബാധ്യത കേരളത്തിലെ ഓരോ കോൺഗ്രസ് നേതാക്കൾക്കും ഉണ്ട് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തുന്നു.